ചാക്യാർ കുത്ത് തേടിയിട്ട് ഇവിടുന്ന് ഒരാള് പുറപ്പെട്ടിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ഐറ്റം മാറി എന്നറിയുന്നത്. പക്ഷെ എന്നാ കിട്ടിയ ഐറ്റം പെർഫോം ചെയ്തേക്കല്ലേ, ഇത് കണ്ടേക്കാന്ന് വെച്ചാൽ അർജുനാണല്ലേ. അർജുൻ കല്യാട് ഇങ്ങനെ റെഡി ആയി നിൽക്കുന്നുണ്ട്. കല്യാടെ എങ്ങനെയുണ്ട് നമ്മുടെ അറബന മുട്ട് എവിടെ വരെ എത്തി ഇപ്പൊ ഇവിടെ? സുനിഷ, എന്നാലും വലിയ ആവേശത്തിൽ അറബന മുട്ട് മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് CHM HSS പൂക്കളത്തൂർ മലപ്പുറം ജില്ലയിലാണ്. ആ ടീമിൻ്റെ കൂടെയാണ്. ഇവരിപ്പോൾ മത്സരം കഴിഞ്ഞ് പുറത്തിറങ്ങിയതാണ്. മത്സരം ഇപ്പോൾ ഇതിൻ്റെ ഹാളിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് കറക്റ്റല്ലേ? CHM HSS പൂക്കളത്തൂർ അല്ലേ? പേരെങ്ങനെയാണ്? അഹമ്മദ് ഷിബിയ. മത്സരം കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു മത്സരം? നല്ല നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം ഒരു അല്ലേ ഇതിൻ്റെ ഒരു പാട്ടും ഈ മുട്ടും ഒക്കെ ഒന്ന് കാണാം. ഒരു രണ്ടുപേരും നമുക്ക് ആക്കിയാലോ? والصادق رسول الله صدقنا بما جاناه والصادق رسول ഇത് മുഴുവനായും നമുക്ക് അത്രയും സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് ഒറ്റൊരു സംശയം, എനിക്കുണ്ടായൊരു സംശയമാണ്. ഇതുവരെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകരും ഇവരുടെ കൂട്ടി വന്ന ആളുകളൊക്കെയാണ്. ഈ ദഫ് മുട്ടും അതുപോലെ തന്നെ അറബന മുട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതിൻ്റെ വാദ്യവാദനം തന്നെ മൊത്തത്തിൽ മാറ്റമുണ്ട്. പിന്നെ അതിൻ്റെ ബൈറ്റുകൾ, പിന്നെ അതിൻ്റെ ഓരോ സ്റ്റെപ്പുകളിൽ ചുവടുകൾ. പിന്നെ അറബന എന്ന് പറഞ്ഞാൽ യു ഷേപ്പിൽ ഇരുന്നിട്ട് പിന്നെ വഴക്കത്തോടു കൂടി അടുത്ത സ്റ്റെപ്പിലേക്ക് പിന്നീടുള്ള നൃത്തത്തിലുള്ള തന്നെ നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട്. ദഫാകുമ്പോൾ നിന്ന നിൽപ്പിൽ തന്നെ എണീക്കുക, അത്രയുള്ള മാറ്റം. അറബന അല്ലേ? ഇത് തോലാണല്ലേ? ആട്ടിൻ്റെ തോല് സ്ഫുടം ചെയ്ത് 12 ഇഞ്ച് വ്യാസത്തിൽ ശ്രുതി നിയന്ത്രിക്കുന്ന ഉപകരണമാണ് അറബന. എന്തായാലും ഇവരുടെ മത്സരം കഴിഞ്ഞാൽ ഇവർ ഈ മത്സരത്തിന് എത്തിയതിനും ഒരു വലിയ പ്രത്യേകതയുണ്ട്. ഇവർ കോടതിയിൽ പോയിട്ടാണ് ജില്ലാ മത്സരത്തിന് ശേഷം ഈ സംസ്ഥാന കലോത്സവത്തിലേക്ക് എത്തിയത് അല്ലേ? എന്തായിരുന്നു അതിനുള്ളൊരു സാഹചര്യം? മാർക്കിൽ വളരെ കൃത്യമായിട്ടുള്ളൊരു കൃത്രിമത്വമാണ് അവിടെ കാണാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ആ കൃത്രിമത്തിനെതിരെ പൊരുതി നേടിയിട്ട് കോടതിയിൽ ചെന്ന് ഇവിടെ എത്തിവിട്ടു ഞങ്ങൾ. അതായത് അവിടെ ഈ മാർക്കുകൾ ടാലി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ രീതിയിലുള്ള ഒരു ക്രമക്കേട് അവർ കണ്ടെത്തുകയും അതിന്റെ ഭാഗമായി അവർ കോടതിയിൽ പോവുകയും കോടതി എടുക്കുക. ഒപ്പം തന്നെ അതിലെ സ്റ്റെപ്പുകളൊക്കെ പഠിച്ചിട്ട് എന്തായാലും അതെ നമുക്ക് ഇന്നലെ ചെണ്ട കൊട്ടി ആള് ഒന്ന് തകർത്തു. അപ്പൊ ഇനി അടുത്ത ഐറ്റം അത് പഠിച്ചു അറബന മുട്ട്. എന്താണെങ്കിലും നമുക്ക് കൂടുതൽ വിശേഷങ്ങളുണ്ട്. നമ്മുടെ മോഹിനിയായിട്ടുള്ള ആരാണ്, അതുകൂടാതെ ഷഹദുണ്ട്, വെങ്കിയുണ്ട്, 3 പുലികൾ വെയിറ്റിംഗ് ആണ്. അവരിലേക്ക് നമുക്ക് തിരികെ എത്തണം.